സുഹൃത്തുക്കളെ നമസ്കാരം, ഞാൻ മകേഷ് വടക്കഞ്ചേരിയാണ്. പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും ഹൃദയഭാഗമാണ് നമ്മുടെ വടക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലം. എന്നാൽ വടക്കഞ്ചേരിയുടെ ഹൃദയഭാഗമാണ് മംഗലം പാലം എന്ന് പറയുന്ന അയ്യപ്പ ഭക്തർ വന്നു പോകുന്ന ഒരു മിനി പമ്പ ആണ് ഈ മംഗലം പാലം എന്ന് പറയുന്നത്. അതാണ് ആ കാണുന്നത് മംഗലം പാലം. വടക്കഞ്ചേരിയുടെ മംഗലം പാലം ഒരുപാട് നിരവധി അയ്യപ്പ ഭക്തർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ആ കാണുന്നത്. ഇവിടെ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോയുമായി വരുന്നത്, ഒരുപാട് പരാതികളുണ്ട്. അതായത് ഒരുപാട് തിരക്ക് വരുന്ന സമയത്ത് ഒരു പോലീസിന്റെ, അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു സേവനം ഇവിടെ ആവശ്യമാണ്. അതായത് നമ്മുടെ ട്രാഫിക് പോലീസുകാർ. കാരണം ഒരുപാട് തിക്കും തിരക്കും വരുമ്പോൾ നമ്മൾ ഈ തിരക്കായ റോഡിൽ കൂടെ വാഹനങ്ങൾ തിങ്ങിത്തിരിങ്ങി പോകുമ്പോൾ അതിന്റെ മറവിൽ നിന്ന് റോഡിന്റെ അപ്പുറവും ഇപ്പുറവും ക്രോസ് ചെയ്യുന്ന ഒരുപാട് അയ്യപ്പ ഭക്തന്മാർക്ക് ഒരുപാട് ആപത്തുകൾ സംഭവിക്കാതിരിക്കാനാണ് ഈ വീഡിയോയുമായി വരുന്നത്. അതുകൂടാതെ നമുക്കിവിടെ ഒരു ശുചിമുറി വേണം. അത് ഇവിടുത്തെ പഞ്ചായത്ത് അത് മുൻകൈയെടുത്ത് ഒരു ശുചിമുറി ഇവിടെ സൗകര്യം ചെയ്ത് കൊടുക്കണം. അതാ കാലം, അതായത് 2 മാസം ടൈം എത്തുമ്പോൾ മാത്രം നമ്മൾ തുറന്നു കൊടുത്താൽ മതി. പക്ഷെ ഇത് 10 രൂപ 25 രൂപ ഒരുപാട് പൈസയാണ് ഒരു ഹോട്ടലുകാർ ഇവിടെ മേടിക്കുന്നത്. പക്ഷെ അവിടെ ഒരു മാറ്റം വരുത്തണം. നമ്മുടെ ഈ കേരളത്തിലേക്ക് തുടക്കമാണ് ഈ പാലക്കാടിന്റെ ഈ മിനി പമ്പയിൽ പോകുമ്പോൾ ഇവിടുന്ന് ഒരു ചായ കുടിച്ച് തിരിച്ചു വരുമ്പോൾ ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങി നാട്ടിലേക്ക് പോകുന്ന ഒരുപാട് ഭക്തരുണ്ട്. റോഡ് സൈഡുകളിൽ ഒരുപാട് വൃത്തിഹീനമാക്കുകയും ചെയ്യുന്നുണ്ട് അവര്. അപ്പൊ അതിനൊരു സംഭവം, അതിനൊരു തടയിടണമെങ്കിൽ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. വാ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. ഓക്കെ,
സുഹൃത്തുക്കളെ കണ്ടില്ലേ വീഡിയോ? കാരണം പല അയ്യപ്പ ഭക്തരും നട റോഡില് വണ്ടി കൊണ്ടുവന്ന് ഇട്ടിട്ടാണ് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുന്നത്. അപ്പൊ വരുന്ന വാഹനങ്ങൾക്ക് ഒരു തടസ്സമാണ്, നല്ല തടസ്സമുണ്ട്. അതുപോലെ ഒരുപാട് കച്ചവടക്കാരും ഒരുപാട് യാത്രക്കാരും അയ്യപ്പ ഭക്തരും ഒക്കെ വന്നടിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരുപാട് ആപത്തുകൾ സംഭവിക്കാതിരിക്കാനാണ് അതിനൊരു നിയമം വരണം. ഇവരെ ഒതുക്കി നിർത്താനും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും അതിനൊക്കെ ഉള്ള ഒരു നിയമം, അതായത് പോലീസുകാരുടെ ഒരു ശ്രദ്ധയും അതുപോലെ പഞ്ചായത്തിന്റെ ശ്രദ്ധയും ഉണ്ടാകണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ സുമാറിനൊപ്പം നിർത്തുന്നു. നന്ദി, നമസ്കാരം.